അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഈ പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട് വലിയൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മാമ്പയിൽ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് കമാലുദ്ദീൻ ഹമദാനി റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തആല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും മഹാനെക്കുറിച്ച് പഠിക്കാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. 1900-ന്റെ ആദ്യ പകുതി സമസ്തയും സംഘടിത മുന്നേറ്റങ്ങളും വളർന്നു പന്തലിക്കുന്നതിന്റെ മുമ്പ് സാത്വികരായ പണ്ഡിതർ ദേശങ്ങൾ തോറും സഞ്ചരിച്ച് ദഅവത്ത് നടത്തിയിരുന്ന കാലം. മലപ്പുറം ജില്ലയുടെ തെക്കേ അറ്റത്ത് ചങ്ങരംകുളത്തിനോടടുത്ത് ഒരുപാട് പണ്ഡിത ഗുരുക്കൾക്ക് ജന്മം നൽകിയ കോക്കൂർ എന്ന വിശ്രുത നാട്ടിൽ ജനിച്ച് ദേശങ്ങൾ താണ്ടി ദഅവത്ത് നടത്തിയ സൂഫി വര്യനായ ഒരു പണ്ഡിതൻ ജീവിച്ചിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് കമാലുദ്ദീൻ അൽ ഹമദാനി. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ആലംകോട് പഞ്ചായത്തിൽ തൃശൂർ പാലക്കാട് ജില്ലകളോട് ചേർന്ന് നിൽക്കുന്ന കോക്കൂർ എന്ന കൊച്ചുഗ്രാമം എണ്ണമറ്റ പണ്ഡിത കേസരികൾക്ക് അറിവും വെളിച്ചവും നൽകി ലോകത്തോളം വളർത്തിയ അറിവിന്റെയും ആധ്യാത്മികതയുടെയും വളക്കൂറുള്ള മണ്ണ്. മലബാറിലെ വൈജ്ഞാനിക വിപ്ലവ ചരിത്രത്തിലെ ഒരു അധ്യായമാണ് കോക്കൂർ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആ വിശുദ്ധ മണ്ണിൽ പിറവിയെടുത്ത സൂഫി വര്യനാണ് മാമ്പയിൽ ഷെയ്ഖ് എന്ന പ്രസിദ്ധരായ ഷെയ്ഖ് കമാലുദ്ദീൻ അൽ ഹമദാനി എന്ന ആധ്യാത്മിക ഗുരു. നക്ഷബന്ദി സരണയിലെ പ്രബോധന ശൈലിയിൽ ഒരു പതികനായി നാടുകളിലൂടെ ഇസ്ലാമിന്റെ തനത് ശൈലിയെ ജനങ്ങൾക്ക് പകർന്നു നൽകി പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചു. എണ്ണമറ്റ സൂഫികളുടെ പർണശാലകളിൽ അറിവ് തേടിയലഞ്ഞു. അറിവ് തേടിയുള്ള യാത്രയിൽ ഖുർആൻ പാരായണത്തിന്റെ 10 ശൈലികളും പഠിച്ചെടുത്തു. അത് തന്റെ ഗുരുവിന് പോലും മഹാൻ പകർന്നു നൽകി. കോക്കൂർ മഹലിലെ കോലിക്കരയിലാണ് ഷെയ്ഖ് ജനിച്ച മാമ്പയിൽ തറവാടും കുടുംബവും സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി, ഫാത്തിമ എന്നീ ദമ്പതികളിലെ 4 മക്കളിൽ 2ാമത്തെ മകനായാണ് മാമ്പയിൽ ഷെയ്ഖ് പിറന്നത്. ജ്യേഷ്ഠൻ അബ്ദുള്ള എന്നവരും അനുജൻ ഏന് മുസ്ലിയാർ എന്നവരും ഫാത്തിമ എന്നിവരടങ്ങുന്ന 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഉൾപ്പെടെ 4 മക്കൾ. പണ്ടുമുതലേ പണ്ഡിതരുടെയും പരിശുദ്ധ ദീനിന്റെയും സേവകരായിരുന്നു മാമ്പയിൽ കുടുംബം. പിതാക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ സാത്വികരുടെ വഴിയിൽ ആ കുടുംബം ഇന്നും നിലകൊള്ളുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കോക്കൂർ പള്ളിയിൽ തന്നെയായിരുന്നെങ്കിലും കോക്കൂരിൽ കുറഞ്ഞ കാലമേ ഷെയ്ഖ് ഉണ്ടായിരുന്നുള്ളൂ. ഷെയ്ഖ് പല സ്ഥലങ്ങളിലും പിന്നീട് സഞ്ചരിച്ചു. പ്രബോധന വഴിയിൽ നിരന്തരമായ യാത്രകൾ നടത്തി അവസാനം കോക്കൂരടുത്ത ദേശമായ പെരുന്തുരുത്തിയിലാണ് അന്ത്യവിശ്രമത്തിനായി മഹാൻ തെരഞ്ഞെടുത്തത്. മാമ്പയിൽ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് കമാലുദ്ദീൻ ഹമദാനിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. കമാലുദ്ദീൻ എന്നത് തന്റെ ആത്മീയ വഴിയിലെ വഴികാട്ടിയായ കൈപ്പമംഗലം മഹദറ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദുൽ സബൂർ ഹമദാനി എന്നിവർ നൽകിയ സ്ഥാനപ്പേരാണ്. ദർസ് പഠനത്തിന് ശേഷം വേലൂർ ബാക്കിയാത്തിൽ നിന്നും മഹാനവറുകൾ ബിരുദം കരസ്ഥമാക്കി. തമിഴ്നാട്ടിൽ നിന്നും പഠനം പൂർത്തിയാക്കി കൊടുങ്ങല്ലൂരിൽ മുദരിസായി സേവനം ആരംഭിച്ചു. കേരളത്തിൽ പരിശുദ്ധ ദീനിന്റെ വെളിച്ചം ആദ്യം പതിച്ച മണ്ണിൽ അറിവ് പകർന്നു നൽകുന്ന മുദരിസാകുക എന്നത് ഷെയ്ഖിന്റെ അറിവും ആഴവും സമൂഹത്തിലെ സ്വീകാര്യതയും വിളിച്ചോതുന്നുണ്ട്. വർഷങ്ങളോളം അവിടെ ദർസ് നടത്തിയിരുന്നു. പിന്നീട് അറിവിന്റെ ആഴങ്ങളിൽ നിന്ന് കണ്ടെടുത്ത സത്തയിലേക്കുള്ള നിതാന്തമായ യാത്രയുടെ തുടക്കമായിരുന്നു. മലകളും കുന്നുകളും കയറി തന്റെ സൃഷ്ടാവായ റബ്ബിനെ അറിയാനുള്ള യാത്രകൾ. വിജനമായ വന്യതകൾ തേടി നടന്നു. ദിക്റും നിസ്കാരവുമായി ഈ ലോകത്തെ പടച്ച അല്ലാഹുവിലേക്ക് ലയിക്കാനുള്ള
അടങ്ങാത്ത ആഗ്രഹവും പേറി മലകൾ കയറി. വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഉപദ്രവങ്ങളൊന്നുമില്ലാതെ മഹാനവറുകൾ അവർക്കിടയിൽ ജീവിച്ചു. ആ യാത്രകൾ ദേശങ്ങളും കടന്ന് തന്റെ വിശുദ്ധ കഅബയുടെ മണ്ണിലേക്ക് എത്തിച്ചു. പിന്നീട് മരുഭൂമിയിലൂടെ മക്കയും മദീനയും അറേബ്യയിലെ അറിവിന്റെ പച്ചപ്പുകൾ തേടിയായി മാറി. വിശുദ്ധ ഖുർആന്റെ ഭൂമികയിൽ നിന്നും ഖുർആനിന്റെ 10 ശൈലികളും പഠിച്ചെടുത്തു. ഒരുപാട് ഗുരുക്കളുടെ ആത്മീയ ഉപദേശങ്ങൾ സ്വീകരിച്ചു. ആ യാത്രയിൽ 6 വർഷം ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. ത്യാഗപൂർവമായിരുന്നു അന്നത്തെ ഹജ്ജ് യാത്ര. അന്നത്തെ ഹജ്ജ് യാത്രക്ക് സാമ്പത്തികമായി ശേഷി മാത്രം മതിയായിരുന്നില്ല. മരണം പോലും പ്രതീക്ഷിച്ച് പായക്കപ്പൽ കയറിയുള്ള അസാധ്യമായ സാഹസികത കൂടിയായിരുന്നു അന്നത്തെ ഹജ്ജ് യാത്രകൾ. തന്റെ മുറബിയായ മയ്യിലെ ശൈഖിന് 1 ലക്ഷത്തിലേറെ മുരീദന്മാരുണ്ടായിരുന്നു. ഷേഖ് മുഹമ്മദ് ബിൻ ഷേഖ് കലന്തരി അൽ ഹമദാനി മാഹിയാണ് മയ്യിലെ ഷേഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മയ്യഴി ആണ് മാഹിയായി മാറിയത്. മയ്യഴി ഷേഖ് എന്നത് മയ്യിലെ ഷേഖ് എന്ന പേരിൽ ആളുകൾ വിളിച്ചു. ഷേഖിന് രോഗം ബാധിച്ചപ്പോൾ തന്റെ 1 ലക്ഷത്തിൽ പരം മുരീദന്മാർക്കിടയിൽ നിന്നും ത്വരീഖത്തിന്റെ സിൽസില കൈമാറി തന്റെ സരണിയിലെ അടുത്ത കണ്ണിയായി ഷേഖായി തെരഞ്ഞെടുത്തതും കമാലുദ്ദീൻ എന്ന് നാമകരണം ചെയ്തതും മാമ്പയിലെ ഷേഖിനെയായിരുന്നു. ഐഹിക ജീവിതത്തോട് താല്പര്യമില്ലാത്ത അടുത്ത ഒരു സരണിയെ നയിക്കാൻ പ്രാപ്തരായവരിലേക്കാണ് സിൽസിലകൾ കൈമാറേണ്ടത്. അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായിരുന്നു മാമ്പയിലെ ഷേഖ്. തന്റെ ഷേഖിന്റെ ആത്മീയ വഴിയിൽ ശിഷ്യനും വളർന്നു. 100 കണക്കിന് മുരീദന്മാരുടെ ഗുരുവായി മാമ്പയിലെ ഷേഖ് മാറി. സുദീർഘമായ യാത്രകൾ കഴിഞ്ഞ് എറണാകുളത്താണ് തന്റെ ശിഷ്യരുമൊത്ത് മാമ്പയിലെ ഷേഖ് എത്തിച്ചേരുന്നത്. താൻ സഞ്ചരിച്ച ദേശങ്ങളിലെല്ലാം അറിവും ആത്മീയതയും ഷേഖ് പകർന്നു നൽകി. ദിക്ർ ഹൽഖകൾ സ്ഥാപിച്ചു. ഓരോ നാട്ടിലും ആത്മീയതയുടെ വിളക്കുകൾ സ്ഥാപിച്ചായിരുന്നു ഗമനം. വൈവാഹിക ജീവിതം പോലും അള്ളാഹുവിലേക്കുള്ള പ്രബോധന മാർഗമായിരുന്നു. 3 വിവാഹങ്ങൾ മഹാനവറുകൾ കഴിച്ചു. ആദ്യം പെരുന്തുരുത്തിയിൽ നിന്ന്, മറ്റൊരു വിവാഹം കൂട്ടായിയിൽ നിന്നും. 2 വിവാഹത്തിലും ഷേഖിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ സാന്നിധ്യമില്ലാതെ ഇരുളടഞ്ഞ പ്രദേശത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനമായിരുന്നു പെരുന്തുരുത്തിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിന് പിന്നിലെങ്കിൽ വിധവയായ മകളുടെ വേദന ഉമ്മ വന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റെടുക്കുന്നതിലൂടെ ഒരു സ്ത്രീക്ക് തണലാവുകയായിരുന്നു ഷേഖ്. 3-മത്തേത് ചികിത്സക്ക് വേണ്ടി ശുജാഇ അബ്ദുള്ള കുട്ടി മുസ്ലിയാരുടെ സഹോദരിയെ ഷേഖ് വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് അവരുടെ സമ്മതപ്രകാരം വിവാഹമോചിതയാവുകയും ചെയ്തു. അതിൽ മക്കളുണ്ടായിട്ടില്ല. തന്റെ ആത്മീയ വഴിയിൽ നിറസാന്നിധ്യമായ നിരവധി ശിഷ്യർ ഷേഖിനുണ്ടായിരുന്നു. മലബാർ ഭാഗത്തും ഷേഖിന് ധാരാളം മുരീദന്മാർ ഉണ്ടായിരുന്നു. അകലാട് മർഹൂം കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ ദർവേശ് തങ്ങൾ, ചാവക്കാട് മർഹൂം ഇബ്രാഹിം ഹാജി, മംഗലംകുന്ന് മൊയ്തു ഹാജി, കൂട്ടായി അബൂബക്കർ ഹാജി തുടങ്ങി ധാരാളം മുരീദന്മാർ ഷേഖിന് മലബാറിൽ ഉണ്ടായിരുന്നു. സൂഫിവര്യനായ മർഹൂം കൂട്ടായി ചെട്ടിക്കൽ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, കൊച്ചി മഹദറ പള്ളിയിലെ മർഹൂം ഉസ്താദ്, എറണാകുളത്തെ ക്രിസ്ത്യൻ പാതിരിയായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയവരും ഷേഖിന്റെ മുരീദുമാരിൽ പ്രധാനികളാണ്. എറണാകുളം മഹദറ പള്ളിയിൽ ദിക്ർ മജ്ലിസ് സ്ഥാപിച്ചത് ഷേഖ് അവറുകളാണ്. കേരളത്തിന്റെ തെക്കുഭാഗത്ത് പല പള്ളികളിലും നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്കു ശേഷം പ്രത്യേകമായ 3 ദിക്റുകൾ ചൊല്ലാൻ ഷേഖ് അവറുകൾ നിർദ്ദേശിച്ചിരുന്നു. എറണാകുളം കൊച്ചി ഭാഗങ്ങളിൽ ഷേഖിന് ഒരുപാട് മുരീദന്മാരുണ്ട്. ഷേഖ് അവറുകളുടെ വഫാത്തിന് ശേഷം അവരുടെ സഹായങ്ങൾ ഷേഖ് അവറുകളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഒരു ഷേഖ് മാത്രമല്ല, ഒരു നല്ല വൈദ്യൻ കൂടിയായിരുന്നു മഹാനവറുകൾ. എറണാകുളം ഭാഗത്തെ പല സ്ഥലങ്ങളിലും ഷേഖ് ചികിത്സ നടത്തുകയും രോഗങ്ങൾ ശിഫയാകാറും പതിവായിരുന്നു. എറണാകുളം കല്ലൂർ അബ്ദുള്ള വൈദ്യർക്ക് വസൂരി രോഗം പിടിപെട്ടപ്പോൾ ചികിത്സ നടത്തി രോഗം ഭേദമാക്കിയത് ഷേഖിന്റെ ചികിത്സയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജീവിതമാർഗമായി വൈദ്യ ചികിത്സ പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം വൈദ്യനായി അറിയപ്പെടുകയും ചെയ്തു. അതുപോലെ എറണാകുളത്തെ മർഹൂം ഖാദർ വൈദ്യർ വൈദ്യം പഠിച്ചത് ഷേഖിൽ നിന്നായിരുന്നു. അവരുടെ 2 മക്കളും ഡോക്ടർമാരായി. അവർക്ക് ഷേഖിന്റെ പേരിൽ വൈദ്യശാലകളുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്നും പനി ബാധിച്ചാണ് പെരുന്തുരുത്തിയിലേക്ക് ഷേഖിനെ കൊണ്ടുവരുന്നത്. ഷേഖ് ആദ്യം വിവാഹം കഴിച്ചത്
പെരുന്തുരുത്തിയിലെ അബ്ദുള്ള എന്നവരുടെ സഹോദരിയെ ആയിരുന്നു. അവിടേക്കാണ് ഷേഖിനെ പനി ബാധിച്ച് കൊണ്ടുവന്നത്. അവിടെ വെച്ച് തന്നെയാണ് മഹാനായ ഷേഖ് അവർകൾ വഫാത്തായത്. എറണാകുളത്ത് നിന്നും മുരീദന്മാരായ മൊയ്തീൻകുട്ടി മൗലവി, അബ്ദുള്ള വൈദ്യർ, ഖാദർ വൈദ്യർ, എളമരക്കര പരീക്കുട്ടി മൗലവി എന്നിവർ ഷേഖിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഷേഖിന്റെ മുരീദായ കൂട്ടായി അബ്ദുള്ള കുട്ടി മൗലവിയുടെ വീട്ടിൽ ചികിത്സക്ക് വന്ന് പിന്നീടാണ് കുഞ്ഞിപ്പാത്തുമ്മ എന്ന വിധവയായ സ്ത്രീയെ ഷേഖ് വിവാഹം കഴിക്കുന്നത്. ഷേഖ് പലപ്പോഴായി കൂട്ടായിൽ വരാറുണ്ടായിരുന്നു. അവസാനം ഷേഖ് കൂട്ടായിൽ വന്നപ്പോൾ മഹദി 7 മാസം ഗർഭിണിയായിരുന്നു. ഷേഖ് പറഞ്ഞു, പിറക്കുന്നത് ആൺകുട്ടിയായിരിക്കും, കുട്ടിക്ക് കമാലുദ്ദീൻ എന്ന് നാമകരണം ചെയ്യണം എന്ന്. അതിനുശേഷമാണ് ഷേഖ് ഇഹലോകവാസം വെടിയുന്നത്. തന്റെ ചികിത്സയിലും പ്രബോധന വഴിയിലും തനിക്ക് പ്രതിഫലമായി കിട്ടിയ ധനവും സമ്പത്തുമെല്ലാം ദീനിന്റെ വഴിയിൽ മഹാനവറുകൾ ചെലവഴിച്ചു. മഹാനായ ഷേഖ് അവർകൾ രോഗം ചികിത്സിച്ച് ഭേദമാക്കിയതിന്റെ പ്രതിഫലമായി ചങ്ങരംകുളം അടുത്ത് 18 ഏക്കർ ഭൂമി ഷേഖിന് ദാനമായി ലഭിച്ചിരുന്നു. ആ സ്ഥലം കോക്കൂർ മാനംകണ്ടത്തിൽ മൊയ്തുണ്ണി ഹാജിക്ക് വിലക്ക് കൊടുത്ത് അതുകൊണ്ട് പള്ളി വെക്കാനും നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹത്തിനും പള്ളികൾ ഗ്രന്ഥങ്ങൾ വഖഫ് ചെയ്യാനുമാണ് ഷേഖ് വിനിയോഗിച്ചത്. പള്ളിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിൽ ഷേഖ് അവർകൾ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. എത്രയോ പള്ളികളിൽ ഷേഖ് അവർകൾ ദാനം ചെയ്ത ഗ്രന്ഥങ്ങളുണ്ട്. തനിക്ക് കിട്ടുന്ന ധർമ്മങ്ങളെല്ലാം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ മക്കൾക്കൊന്നും മാറ്റിവെക്കുന്നില്ലേ എന്ന് കൂടെയുള്ളവർ ഒരിക്കൽ ചോദിച്ചു. മക്കൾക്ക് റബ്ബ് കൊടുത്തുകൊള്ളും എന്നായിരുന്നു അവിടുന്നുള്ള മറുപടി. സ്വന്തം തറവാട്ടു സ്വത്തുക്കൾ പോലും ദാനം നൽകി തന്റെ സ്വത്തെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാണ് ഷേഖ് അവർകൾ നാഥനിലേക്ക് മടങ്ങിയത്. ഷേഖിനെ ഓർക്കുന്നവർക്ക് അയവിറക്കാൻ കഥകളേറെയുണ്ട്. ഷേഖ് യാത്ര ചെയ്യുമ്പോൾ 19 പേർ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഷേഖ് തന്റെ പാവപ്പെട്ട ഒരു മുരീദിന്റെ വീട്ടിലെത്തി. അന്നവിടെ താമസിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അവരുടെ കയ്യിൽ തന്റെ ചെറിയ കുട്ടിയെ മാർഗം കഴിക്കാൻ ആവശ്യമായ കുറഞ്ഞ ധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഷേഖ് നിർദ്ദേശിച്ചു. ഷേഖിന്റെ നിർദ്ദേശപ്രകാരം ഒരു ശങ്കയുമില്ലാതെ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അത് ഷേഖിനും കൂടെയുള്ള മുരീദന്മാർക്കും വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ കുട്ടി മാർക്കം കഴിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത്. മുരീദന്മാർക്ക് ഷേഖിനോടുള്ള താല്പര്യവും അടുപ്പവും വലുതായിരുന്നു. അറിവും ആധ്യാത്മികതയും മുറ്റി നിൽക്കുന്ന കോക്കൂരിന്റെ ചരിത്രത്തിൽ അനിഷേധ്യ സാന്നിധ്യമാണ് മാമ്പയിൽ ഷേഖിന്റെ വഴികാട്ടി കൂടിയായ കോക്കൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. കോക്കൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വഫാത്താകുമ്പോൾ മാമ്പയിൽ ഷേഖ് നാട്ടിലില്ലായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ തന്റെ ഗുരുവിന്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഷേഖ് അവർകൾ മുന്നിലുണ്ടായിരുന്നു. മാമ്പയിൽ ഷേഖ് അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്നത് കോക്കൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാരിലൂടെയാണ്. പിന്നീട് അറിവ് തേടിയുള്ള യാത്രകൾ ഷേഖ് തുടർന്നു. ഒരുപാട് ഗുരുക്കളുടെ സന്നിധിയിൽ ഷേഖ് എത്തിപ്പെട്ടു. ഒരു വേള ഹജ്ജ് യാത്ര കഴിഞ്ഞ് അറേബ്യൻ നാടുകളിലൂടെ അറിവ് തേടി അലഞ്ഞു. നിരവധി സൂഫികളുടെയും പണ്ഡിതരുടെയും ഖാരികളുടെയും പർണശാലകളിൽ ഷേഖ് അതിഥിയായി കടന്നു ചെന്നു. ഈ യാത്രയിൽ ഷേഖ് 7 ഖിറാഅത്തും പഠിച്ചെടുത്ത് സനദുകൾ സ്വന്തമാക്കി. പിന്നീട് അത് തന്റെ ഗുരു നാലകത്ത് കോക്കൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്ക് സനദുകൾ കൈമാറിയെന്നും ഖിറാഅത്തിന്റെ വിഷയത്തിൽ തന്റെ ഗുരുവിന്റെ ഷേഖ് കൂടിയാണ് മാമ്പയിൽ ഷേഖെന്നും പറയപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാലകത്ത് കോക്കൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ചരിത്ര വീഡിയോ നമ്മുടെ ഈ ചാനലിൽ പിന്നീട് വരുന്നതായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഷേഖ് അവർകളുടെ പ്രബോധനത്തിന് വെളിച്ചമേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പെരുന്തുരുത്തി തന്നെയാണ്. പാവിട്ടപ്പുറത്തിന്റെ പടിഞ്ഞാറ് ഒതളൂർ അപ്പുറമാണ് പെരുന്തുരുത്തിയും ചെറുതുരുത്തിയും പഴഞ്ഞിയുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആത്മീയമായ മഹത്വങ്ങൾക്കപ്പുറം പ്രകൃതിപരമായ ചില സവിശേഷതകൾ കൂടി പെരുന്തുരുത്തിക്കുണ്ട്. വർഷത്തിൽ 2 തവണ പുഞ്ചയിലും പൊക്കോളിയുമായി 100 മേനി നെല്ല് കൊയ്തെടുക്കാൻ കഴിയുന്ന വിശാലമായ 3 ഭാഗവും ഹരിതാപമായി നിൽക്കുന്ന നെൽവയൽ. കൃഷി ജീവിതോപാധിയും ജീവിത ദൗത്യവുമായി ഏറ്റെടുത്ത ഒരു പറ്റം നിഷ്കളങ്കരായ ജനങ്ങൾ.
കൃഷിയോടുള്ള മതിപ്പും ബഹുമാനവും ശൈഖവറുകളോടും അവിടുത്തെ അടയാളങ്ങളോടും ജാതിമത ഭേദമന്യേ എല്ലാവരും ഏറ്റെടുത്തു എന്നത് നാടിന്റെ മഹത്വത്തെയും സഹിഷ്ണുതയുമാണ് എടുത്തു കാണിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ പെരുന്തുരുത്തിയിൽ ഏകദേശം 18ഓളം വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ ദീനിന്റെ വെളിച്ചം അധികമൊന്നും വീശിയിട്ടില്ലാത്ത അവിടേക്ക് ശൈഖവറുകൾ കടന്നു വരുമ്പോൾ ഇസ്ലാമിക പ്രബോധനം തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. തന്റെ മരണാനന്തര കാലഘട്ടം പെരുന്തുരുത്തിയിലായിരിക്കണമെന്ന് ശൈഖവറുകൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. ശൈഖവറുകൾ വഫാത്തായി 1 നൂറ്റാണ്ടിനോടടുത്തിട്ടും പെരുന്തുരുത്തിക്ക് ശൈഖവറുകളോടുള്ള മതിപ്പും ബഹുമാനവും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ ഈ മഖ്ബറ ഇന്നും ഈ നാടിന്റെ വെളിച്ചമാണ്. നാനാജാതി ജനങ്ങളും ഇവിടെ വരികയും ശൈഖവറുകൾക്ക് മുന്നിൽ തങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മണ്ണിനെ ഇവർ ശൈഖിന്റെ പുണ്യപാദമേറ്റ മണ്ണായി കാണുകയും ഇവിടുത്തെ ആളുകളെയും അടയാളങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്യുന്നു. ശൈഖിന്റെ വരവിന് ശേഷമാണ് ഇവിടെ ഈ പള്ളി പണിതത്. കാരങ്ങാട്ട് വളപ്പുകാർ എന്ന് അറിയപ്പെട്ട കുടുംബമാണ് പള്ളിക്ക് വേണ്ടി 25 സെന്റ് സ്ഥലം ദാനം നൽകിയത്. പള്ളി പണിയാൻ ശൈഖവറുകൾ മുന്നിലുണ്ടായിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട്. ശൈഖ് മുന്നിലുള്ളത് കൊണ്ട് ആളുകൾക്കും ആവേശമായി. തേപ്പിനും പടവിനും ആവശ്യമായവരെ മാത്രമേ കൂലിക്കായി ഏൽപ്പിച്ചിരുന്നുള്ളൂ. ബാക്കി പണികളെല്ലാം അവരൊന്നിച്ചാണ് ചെയ്തിരുന്നത്. പെരുന്തുരുത്തിപ്പള്ളി ഇന്ന് ഈ നാടിന്റെ വെളിച്ചമാണ്. 100ഓളം വീടുകളുള്ള ഒരു മഹല്ലായി ഇന്ന് ഇവിടം മാറിയിട്ടുണ്ട്. അറിവിന്റെ കേന്ദ്രമായ മദ്രസയും പരിശുദ്ധ ദീനിന്റെ വെളിച്ചമായി ഇന്നിവിടെ നിലകൊള്ളുന്നു. ജുമുഅയും ജമാഅത്തും ആണ്ടുനേർച്ചയുമായി ഈ നാട് ഇന്ന് ആത്മീയതയുടെ കേന്ദ്രമായി നിലകൊള്ളുന്നു. കാലങ്ങൾക്കു ശേഷം പെരുന്തുരുത്തിക്ക് സ്വന്തമായ ഒരു ഖബർസ്ഥാൻ വേണമെന്ന ആഗ്രഹം ഈ അടുത്തായി നടപ്പിലായിട്ടുമുണ്ട്. ദേശങ്ങൾ താണ്ടി അറിവും പരിശുദ്ധ ദീനിന്റെ വെളിച്ചവും സ്ഥാപിച്ച് കഴിഞ്ഞുപോയ സ്വഹാബത്തിന്റെയും താബിഉകളുടെയും താവഴിയിൽ ശൈഖവറുകൾ വേറിട്ട മാതൃകയായി ജീവിച്ചു. 100 കണക്കിന് ആളുകൾ ആ വെളിച്ചത്തിലേക്കടുത്തു. ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിലേക്ക് അവർ കടന്നുവന്നു. പെരുന്തുരുത്തിയോടുള്ള ശൈഖവറുകളുടെ അടുപ്പത്തിന്റെ മറ്റൊരു കാരണം ശൈഖവറുകളുടെ ആദ്യ വിവാഹം പെരുന്തുരുത്തിയിൽ നിന്നായിരുന്നു എന്നതാണ്. ദീർഘമായ യാത്രകളിലൂടെ ഇസ്ലാമിക പ്രബോധനം നടത്തുകയായിരുന്നു ശൈഖവറുകളുടെ പതിവ്. എറണാകുളത്തായിരുന്നു ഒരുപാട് കാലം. പണ്ഡിതർ നിറഞ്ഞു നിന്ന മലബാർ മഹാന്റെ പ്രബോധന മണ്ഡലം ആയിരുന്നില്ല. അറിവും വെളിച്ചവും ഇല്ലാത്ത നാടുകളിൽ അറിവും ആധ്യാത്മികതയും പകർന്നു നൽകുന്ന രീതിയായിരുന്നു മഹാനായ ശൈഖിന്റേത്. അതുകൊണ്ട് തന്നെയാകണം മലബാർ വിട്ട് തെക്കോട്ട് തന്റെ പ്രബോധന ദൗത്യം മാറ്റിപ്പിടിച്ചത്. തന്റെ ജീവിതയാത്രയിൽ എത്ര ശിഷ്യഗണങ്ങളെയാണ് അവിടുന്ന് വാർത്തെടുത്തത്. 100 കണക്കിന് മുരിദന്മാർ, സദാ തന്റെ കൂടെ കഴിഞ്ഞിരുന്ന ഒരു പറ്റം ശിഷ്യവൃന്ദം. യാത്രയും പ്രബോധന ദൗത്യവും കഴിഞ്ഞ് ശൈഖ് പെരുന്തുരുത്തിയിൽ തിരിച്ചെത്തി. തന്റെ രോഗവും മരണവുമെല്ലാം ശൈഖ് നേരത്തെ കണ്ടിരുന്നു. പറയാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ശൈഖിന് ഉണ്ടായിരുന്നില്ല. ക്ഷീണമുണ്ടായിരുന്നു. അത് മരണത്തിലേക്കുള്ള വിളിയാളമാണെന്ന് അവിടുന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് തന്റെ മകൾ സക്കീനയെ തന്റെ മുറബിയായ ശൈഖ് മയ്യിലെ ശൈഖിന്റെ മകൻ ശംസുദ്ദീന് നേരത്തെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തത്. തന്റെ പ്രിയപ്പെട്ട മുരീദായിരുന്നു ശംസുദ്ദീൻ എന്നവർ. മയ്യിലെ ശൈഖ് വഫാത്താകുമ്പോൾ തന്റെ 100 കണക്കിന് ശിഷ്യഗണങ്ങളിൽ നിന്ന് തുരീഖത്തിന്റെ സിൽസില കൈമാറാൻ തെരഞ്ഞെടുത്തത് മാമ്പയിൽ ശൈഖിനെയായിരുന്നു. തനിക്ക് കിട്ടിയ ആ സിൽസില ശൈഖ് തന്റെ പ്രിയപ്പെട്ട മുരീദ് ശംസുദ്ദീൻ എന്നവർക്ക് കൈമാറി. പെരുന്തുരുത്തിക്കാർക്ക് ശൈഖിന്റെ സ്മരണകൾ ഇന്നും ജീവിക്കുന്ന ഓർമ്മകളാണ്. ശൈഖിന്റെ സഹോദരപുത്രനായ മാമ്പയിൽ അബൂബക്കർ ഹാജിയുടെ ഭാര്യ പിതാവ് പെരുന്തുരുത്തി പാടത്ത് പീടികയിൽ അബ്ദുള്ള കുട്ടി ഹാജി ശൈഖിന്റെ കറാമത്തുകൾ ഓർത്തെടുക്കുന്നത് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. തന്റെ ചെറുപ്പകാലത്ത് പാടത്ത് പുല്ല് പറിക്കുകയായിരുന്നു. അതിനിടയിൽ തന്റെ കയ്യിൽ എന്തോ കൊത്തിയതുപോലെ തോന്നി. കയ്യിൽ നിന്നും രക്തം ഒലിച്ച് തുടങ്ങുന്നുണ്ട്. നോക്കുമ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പ് തന്നെയാണ് കുത്തിയത്. പാമ്പ് കടിച്ചതിന്റെ പിറകുവശത്തായി നന്നായി കെട്ടി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തിന് ചുറ്റും കൂടി. പലരും പല അഭിപ്രായങ്ങളും പറയുന്നു. അങ്ങനെ പെരുന്തുരുത്തിയിലെ പണ്ഡിതനായ നമ്പ്യാർ വളപ്പിൽ ബാപ്പുട്ടി മുസ്ലിയാരെ പോയി കണ്ടു. അവിടുന്ന് നോക്കി മാമ്പയിൽ ശൈഖവറുകളുടെ ജാറത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. അവിടെ എത്തിയാൽ അല്പം പച്ചക്കുരുമുളക് വായിലിട്ട് ചവക്കുക. കയ്പാണെങ്കിൽ വിഷം ശരീരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതല്ല നല്ല എരിവാണെങ്കിൽ
വിഷം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർ ഷെയ്ഖിന്റെ മഖ്ബറയിൽ പോയി. ആരോ കൊണ്ടുവന്ന കുരുമുളക് അല്പം വായിലിട്ടു. നല്ല കയ്പായിരുന്നു. വിഷം ശരീരത്തിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് എന്നാണ് ബോധ്യപ്പെട്ടത്. അവിടുന്ന് മഹാനവറുകളെ തവസ്സുലാക്കി ദുആ ചെയ്തു. അതിനുശേഷം വീണ്ടും അല്പം കുരുമുളക് വായിലിട്ടു. അപ്പോൾ അതേ കുരുമുളകിന് നല്ല എരിവ് ഉണ്ടായിരുന്നു. വിഷമേറ്റ ഒട്ടനേകം പേർ ഇവിടുത്തെ ഈ കറാമത്ത് കൊണ്ട് വിഷം ഇറങ്ങിയ കഥകളാണ് പലർക്കും സാക്ഷ്യപ്പെടുത്താനുള്ളത്. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്ന മറ്റൊരു കറാമത്ത്, തന്റെ ചെറുപ്പത്തിൽ ഷെയ്ഖിന്റെ ആണ്ട് നടക്കുന്ന വേള പല ഭാഗങ്ങളിൽ നിന്നും ഷെയ്ഖ് അവറുകളുടെ മഖ്ബറയിലേക്ക് കാഴ്ചകൾ വരാറുണ്ടായിരുന്നു. തങ്ങളുടെ നാടിന്റെ മാഹാത്മ്യം വിളിച്ചറിയിക്കും വിധം നേർച്ചകളും സംഭാവനകളുമായി റാലിയായി പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഒന്നിച്ചെത്തുന്ന ഒരു രീതി. ഇലക്ട്രിക് ബൾബുകൾ ഇല്ലാത്ത കാലം പെട്രോമാക്സ് ആയിരുന്നു വലിയ പരിപാടികളിൽ സാധാരണയായി ഉപയോഗിക്കാറ്. അങ്ങനെ അന്ന് കോക്കൂരിൽ നിന്നും കാഴ്ച വരികയായിരുന്നു. അറവനയും ചെണ്ടയും പാട്ടും മേളവുമായി അതിഗംഭീരമായാണ് അവരുടെ വരവ്. ഈ വരവിൽ ഒരു പന്തികേടുണ്ടായിരുന്നു. അവർ ഉപയോഗിക്കുന്ന പല വാദ്യോപകരണങ്ങളും ഷെയ്ഖ് അവറുകൾ തന്റെ ജീവിതകാലത്ത് വെറുത്തിരുന്നതും ശറഇനെ നിരക്കാത്തതുമാണ്. കൊട്ടും കൊരവിളിയും കോലാഹലങ്ങളും കേൾക്കുമ്പോൾ ഷെയ്ഖ് അവറുകൾ ഒഴിഞ്ഞുമാറി നിൽക്കാറാണ് സാധാരണ പതിവ്. ജീവിതകാലത്തെ ഈ എതിർപ്പിനെ മാനിക്കാതെയാണ് ഇവർ കടന്നുവരുന്നത്. ആ വരവ് ഷെയ്ഖിന്റെ സന്നിധിയിൽ എത്തിയില്ല. വഴിയിൽ വെച്ച് പെട്രോമാക്സ് പൊട്ടിത്തെറിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കുപറ്റി. ആളുകൾ ഛിന്ന ഭിന്നമായി ഓടി. ഈ ഒരു അപകടത്തിന് ശേഷം നേർച്ചയിൽ ഷെയ്ഖിന് ഇഷ്ടമില്ലാത്ത ചെണ്ടയോ മറ്റു വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോ ഉണ്ടായിട്ടില്ല. അന്ന് ഷെയ്ഖിനെ പരിചയമുള്ള ആളുകൾ ഇത് ഷെയ്ഖിന്റെ കറാമത്തായിട്ടാണ് അഭിപ്രായപ്പെട്ടത്. പാലപ്പെട്ടിക്കാർ ഷെയ്ഖിന്റെ വാക്ക് തെറ്റിച്ച് ഒരിക്കൽ മീൻ പിടിക്കാൻ കടലിൽ തോണിയിറക്കി. തോണിയിറക്കരുതെന്ന് ഷെയ്ഖിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. തോണി നടുക്കടലിൽ എത്തിയപ്പോൾ കാറ്റും കോളുമായി തിരമാല ശക്തമാകാൻ തുടങ്ങി. ഇതുകണ്ട നാട്ടുകാർ ഷെയ്ഖിന്റെ സന്നിധിയിൽ വന്ന് വിഷമം പറഞ്ഞു. തന്റെ വാക്ക് ധിക്കരിച്ച് തോണിയിറക്കിയതിന് ഷെയ്ഖ് ദേഷ്യപ്പെട്ടു. എങ്കിലും ഷെയ്ഖ് അവരോടൊപ്പം കടപ്പുറത്ത് ചെന്നു. തന്റെ തലയിലെ തട്ടം കൊണ്ട് തിരമാലകൾക്ക് നേരെ വീശി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കടൽ ശാന്തമായി. ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി ജനങ്ങൾ ഷെയ്ഖിന്റെ അടുക്കൽ വരികയും ഉദ്ദേശങ്ങൾ സഫലമാവുകയും ചെയ്ത സംഭവങ്ങൾ നിരവധിയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ മഹാനവറുകളുടെ കറാമത്തുകൾ മാത്രം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എറണാകുളത്ത് നിന്നും രോഗം ബാധിച്ച് ഷെയ്ഖ് പെരുന്തുരുത്തിയിലേക്ക് തിരിച്ചു വരികയാണ്. തന്റെ പ്രബോധന വീതിയിൽ നൂറുകണക്കിന് നാടുകളിലൂടെ സഞ്ചരിച്ച് ഒട്ടനവധി ശിഷ്യവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്ത് ഒടുവിൽ വീണ്ടും നാദനിലേക്ക് മടങ്ങാൻ പെരുന്തുരുത്തി തന്നെ ഷെയ്ഖ് തെരഞ്ഞെടുത്തു. ഒരു നാട് തന്റെ വെളിച്ചത്തിൽ നിറം പിടിക്കട്ടെ എന്ന് ഷെയ്ഖ് അവറുകൾ നനച്ചിരിക്കണം. എറണാകുളത്ത് നിന്നും കാറിലാണ് ഷെയ്ഖ് അവറുകൾ മടങ്ങി വരുന്നത്. കാറ് നിർത്തി. റോഡ് അവസാനിച്ചിടത്തേക്ക് പെരുന്തുരുത്തിയിൽ നിന്നും മഞ്ചലുമായി ആളുകൾ ചെന്നു. അന്നത്തെ കാലത്തെ നാട്ടുപ്രമാണികൾ മഞ്ചലിലാണ് യാത്രകൾ പോയിരുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ കൂട്, അതിന്റെ 4 ഭാഗങ്ങളിലുള്ള കാലുകൾ ആളുകൾ തോളിലേറ്റുന്നു. അതിൽ ഷെയ്ഖിനെയും വഹിച്ച് തന്റെ ഭാര്യ സഹോദരൻ അബ്ദുള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ക്ഷീണമുണ്ടെങ്കിലും ഓർമ്മക്കോ ബുദ്ധിക്കോ യാതൊരു മങ്ങലുമുണ്ടായിരുന്നില്ല. തന്റെ അവസാന വേളകളിൽ തന്റെ ശിഷ്യനായ ചെട്ടിക്കൽ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരെ വിളിച്ച് കൂട്ടായിയിലെ തന്റെ ഭാര്യയിൽ തനിക്കൊരു ആൺകുട്ടി പിറക്കുമെന്നും കുട്ടിക്ക് തന്റെ പേരിടണമെന്നും ഷെയ്ഖ് നിർദ്ദേശിച്ചിരുന്നു. വീടിന്റെ മുകൾ തട്ടിലായിരുന്നു ഷെയ്ഖ് അവറുകൾ വിശ്രമിച്ചിരുന്നത്. മുരീദന്മാരായ കുറച്ചാളുകൾ ചുറ്റും ഖുർആൻ പാരായണവും ദിക്റുകളുമായി കൂടെയുണ്ടായിരുന്നു. ഷെയ്ഖ് മരിക്കുന്ന വേളയിൽ നാട്ടിലെ പ്രമുഖരായ ആളുകളെല്ലാം സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഭാര്യ ആമിന, നമ്പ്യാർ വളപ്പിൽ മുഹമ്മദ് ക, എറണാകുളത്തു നിന്നും ഷെയ്ഖിന്റെ കൂടെ വന്ന അബ്ദുറഹ്മാൻ സാഹിബ്, അങ്ങനെ ഒട്ടനവധി പ്രമുഖർ അവിടെ ഉണ്ടായിരുന്നു. എറണാകുളത്തു നിന്നും വന്ന 3-ാം നാൾ തന്റെ ഏറ്റവും അടുത്ത കുറഞ്ഞ ആളുകളെ അടുത്തു വിളിച്ച് തന്റെ ഈമാൻ തെറ്റാതിരിക്കാനാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ പറഞ്ഞയച്ചു. കൂടെയുള്ള എല്ലാവരോടും ഉച്ചത്തിൽ ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ നല്ല മജ്‌ലിസിൽ വെച്ച് നല്ല സമയം ദിക്റിന്റെയും ദുആകളുടെയും സാന്നിധ്യത്തിൽ മഹാനായ മാമ്പയിൽ ഷെയ്ഖ് അവറുകൾ ഈ ലോകത്തോട് യാത്രയായി.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഹാനവറുകളുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.